ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മെ രാജകീയ പുരോഹിത വർഗം എന്ന് വിളിക്കുന്നത്. ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. യു ആർ ഗോയിങ് ടു റെപ്രസെന്റ് ഗോഡ് ഓൺ ദിസ് എർത്ത്. ഇതാണ് നമ്മുടെ വൊക്കേഷൻ. ഇത് മനസ്സിലാക്കണം എല്ലാവരും. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുന്നു. സഭയിൽ വന്നിരിക്കുമ്പോഴും ഞാൻ വിശ്വാസിയാണ്, ദാറ്റ് ഈസ് ട്രൂ, ബട്ട് ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷനിസം. ഒരു ചെറിയൊരു പോയിന്റ് മാത്രം എടുത്തിട്ട് പറയാണ് ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ പാസ്റ്ററാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ എബവ് ഓൾ വാട്ട് ഈസ് ദ മേജർ തീം? ഐ ആം എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. പാസ്റ്റർ, വാട്ട് ഈസ് യുവർ ജോബ്? മൈ ജോബ് ഈസ് ടു പ്രീച്ച്. അല്ല, അത് റിഡക്ഷനിസം, അത് അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്. വാട്ട് ഈസ് യുവർ ജോബ്? യു ആർ നിങ്ങൾ ദൈവത്തിന് പകരക്കാരനായി ഇവിടെ നിൽക്കുന്നു. ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നു. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു. പാട്ടുകാരാ, വാട്ട് ഈസ് യുവർ മെയിൻ ജോബ്? ഐ ആം ഹിയർ ടു സിംഗ് ദ സോങ്സ്. ഞാനിവിടെ പാട്ട് പാടാൻ നിൽക്കുന്നു. നോ, അല്ല, അത് ചെറിയൊരു അംശം മാത്രമാണ്. എന്താണ് മേജർ തീം? ഞാനിവിടെ നിൽക്കുന്നത് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് പറയാനായി നിൽക്കുന്നു. എന്നെ കാണുന്നവർ ദൈവത്തെ കാണണം, എൻ്റെ വാക്ക് കേൾക്കുന്നവർ ദൈവത്തെ കേൾക്കണം. ഇതിനപ്പുറത്ത് ഇതാണ് പറഞ്ഞത്, ഇതാണ് മേജർ തീം. ഇത് മറന്നുപോകും. ഇതിന് താഴെയാണ് സെക്രട്ടറി, പ്രസിഡന്റ്, പാസ്റ്റർ, വിശ്വാസി, ഖജാൻജി, പ്രവാചകൻ എല്ലാം വരുന്നത്. നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ആയി മെയിൻ കാര്യം മെയിൻ ക്യാരക്ടർ മറന്നുപോയി. ഇതിനാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്.